താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ഋഷിവര്യന്മാർ പകർന്നു തന്ന കർമ്മങ്ങളിതാ ആയുരാരോഗ്യത്തിന്. ഒന്നിനും നേരമില്ലാത്ത പുതുതലമുറ ഒന്നോർക്കുക. നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഋഷിവര്യന്മാർ നമുക്ക് വേണ്ടി ഒത്തിരി കർമ്മങ്ങൾ പകർത്തിവെച്ചാണ് അപ്രത്യക്ഷരായത്. ഭാരതത്തിന് ഒരിക്കലും പാരമ്പര്യം കൈമോശം വന്നിട്ടില്ല. അറിയുന്നവർ അജ്ഞത നടിക്കുന്നു എന്ന് മാത്രം. തങ്ങളുടെ വരും തലമുറ എന്താണ് ചെയ്യേണ്ടതെന്ന് ഋഷിവര്യന്മാർ നമുക്ക് കുറിച്ചു തന്നത് നോക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, കൃത്യം 3 മണിക്ക്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്കത് ചിന്തിക്കാൻ കഴിയില്ല. ആയതിനാൽ സൂര്യോദയത്തിനു മുൻപായി എഴുന്നേൽക്കുക. പുലർകാലെ 4-നും 5-നും ഇടയിൽ എഴുന്നേൽക്കുക. ആ സമയത്ത് എഴുന്നേൽക്കുന്ന പക്ഷം ബുദ്ധികൂർമ്മതയും ഊർജ്ജസ്വലതയും പ്രവർത്തനശേഷിയും വർദ്ധിക്കും. ഉണർന്നതിനു ശേഷം നീണ്ടു നിവർന്ന് അല്പം കിടക്കുക. ശേഷം വലത്തോട്ട് ചെരിഞ്ഞ് സാവധാനം എഴുന്നേൽക്കുക. മനസ്സിലേക്ക് മറ്റു ചിന്തകളൊന്നും കടന്നു വരാതെ കുറച്ച് സെക്കൻഡുകൾ ഇരിക്കുക. എന്നിട്ട് 2 കൈപ്പത്തികളും കൂപ്പി കഴുത്തിനടുത്തെത്തിച്ച് നിവർത്തി ദേവിയെ സ്മരിക്കുക. ഒപ്പം കരാഗ്രേ വസതേ മന്ത്രം ജപിക്കുക. കരാഗ്രേ വസതേ ലക്ഷ്മീ, കരമധ്യേ സരസ്വതീ, കരമൂലേ സ്ഥിതാ ഗൗരീ, പ്രഭാതേ കരദർശനം. മന്ത്രജപം കഴിഞ്ഞ് ചരാചരങ്ങളുടെ മാതാവായ ഭൂമിദേവിയെ തൊട്ടു വന്ദിക്കുക. ഭൂമിവന്ദനം സ്വന്തം മാതാവിനെ വന്ദിക്കുന്നതിന് തുല്യമാണ്. എല്ലാ കർമ്മങ്ങൾക്കുമുള്ള ശേഷി ഭൂമിദേവി പ്രദാനം ചെയ്യുന്നു. പഠിക്കുന്ന കുട്ടികൾ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങുക. ശരീരത്തിലെ കാന്തിക വലയങ്ങൾ ശരിയായി പ്രവർത്തിക്കുവാൻ നഗ്നപാതരായി അല്പം നടക്കുക. യോഗ, വ്യായാമങ്ങൾ എന്നിവ സ്വന്തം ആരോഗ്യ സമ്പുഷ്ടി വരുത്താൻ വേണ്ടി ചെയ്യുക. പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ചതിനു ശേഷം കുളിക്കുക. കുളിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രം: നമോസ്തുതേ ധർമ്മവൃദ്ധേ വരാനനേ, നമോസ്തുതേ ദേവഗണൈകവന്ദ്യേ, നമോസ്തുതേ പവിത്രപാവനേ, നമോസ്തുതേ സർവജഗൽ സുപൂജിതേ, സൂര്യസ്തുതേ സർവജഗൽ സുപൂജിതേ. സൂര്യഭഗവാനെ നിത്യവും വണങ്ങി സ്തുതിക്കുക. ലോകത്തിന് പ്രകാശം പരത്തുന്ന സൂര്യനാണ് സർവചരാചരങ്ങൾക്കും രക്ഷ. സൂര്യനെ നിത്യവും ഭജിക്കുക വഴി നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന അജ്ഞത പുറംതള്ളി ജ്ഞാനം പ്രദാനം ചെയ്യും. മനസ്സിനുള്ളിലെ വെളിച്ചത്തെ ജ്ഞാനപ്രകാശമെന്നാണ് പറയുക. സൂര്യവന്ദനം. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം, കിരണശമിതപാപം, ക്ലേശദുഃഖസ്യ നാശം, അരുണനിഗമഗമ്യം, ചാദിമാദിത്യമൂർത്തി, സകലഭുവനവന്ദ്യം, ഭാസ്കരന്ധം നമാമി. സന്ധ്യാസമയങ്ങളിൽ എല്ലാ ഗൃഹങ്ങളിലും നിലവിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. മഹത്വമുള്ള അഗ്നി ഐശ്വര്യം കൊണ്ടുവരും. ഏതൊരു മംഗളകാര്യങ്ങൾക്കും അഗ്നിയെയാണ് സാക്ഷിയാക്കുക. ദിവസവും നിലവിളക്ക് കൊളുത്തുന്ന വീടുകളിൽ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളുമുണ്ടാകില്ല. ഭഗവതീ സേവയിലും മറ്റും ദേവിയെ ആവാഹിച്ചെടുക്കുന്നത് നിലവിളക്കിലേക്കാണ്. ദീപത്തെ തൊട്ടുവന്ദിക്കേണ്ട മന്ത്രം: മംഗളം ഭവതു കല്യാണം, ആയുരാരോഗ്യവർദ്ധനം, മമ ദുഃഖവിനാശനം, സന്ധ്യാദീപായതേ നമഃ. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി. അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.